ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു കിറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ 200-ന് താഴെയുള്ള ഒരു കിറ്റാണ്. ആദ്യം വേണമെങ്കിൽ ഗസ് ചെയ്ത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കിറ്റിൻ്റെ റേറ്റ് പറയാം കേട്ടോ. അപ്പം കിറ്റിൻ്റെ റേറ്റ് ഒന്ന് ഗസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വരുന്നത്. 1/2 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും, 5 വയർ ബോൾ ഉണ്ടാവും, നമുക്ക് നമ്മുടെ അഡിയേറ്റർ ഒരു 3 ഷെയ്ഡിൽ 6 പിന്നെ ഒരു വൈറ്റ് 6mm ഉണ്ടാവും, 6mm ഉണ്ടാവും. പിന്നെ ഈ നമ്മുടെ വയറിലേക്ക് പറ്റിയ എൻഡ് ബീഡ് ഉണ്ടാവും. എൻഡ് ബീഡൊക്കെ നമുക്ക് കളർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. പിന്നെ അക്രിലിക് റോസ് ബീഡ് ഉണ്ടാവും, നമ്മുടെ ആൽഫബറ്റ് ബീഡ് ഉണ്ടാവും. ആൽഫബറ്റ് ബീഡിൻ്റെ ഉണ്ടല്ലോ നമുക്ക് 10 ഗ്രാമാണ് വരുന്നത്. 10 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് 4 സെറ്റ് ബീഡ് ഉണ്ടാവും, എന്ന് വെച്ചാൽ A4 അങ്ങനെ. പിന്നെ റെയിൻബോ ബീഡ് ഉണ്ടാവും. ഇതിപ്പം 10 ഗ്രാമിൽ ഇത്രയും ബീഡ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വരുന്നത് മൾട്ടി കളർ ബീഡ് ഇത്രയും സംഭവങ്ങൾക്കാണ് നമ്മൾ ഈ കിറ്റ്. 200-ന് താഴെയുള്ളൊരു കിറ്റ് ബിഗിനേഴ്സ് കിറ്റ് എന്നും പറയാം. ചെയ്യുന്നവർക്ക് ബീഡ്സിൻ്റെ അങ്ങനെയും ചെയ്യാം. നോർമലി പറയുമ്പോൾ ഒരു ബിഗിനേഴ്സ് കിറ്റ് എന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് ഒരു നഷ്ടം വരാത്ത രീതിയിൽ മെറ്റീരിയൽ ബാലൻസ് വരുന്ന രീതിയിൽ. ഒരു 200 രൂപയ്ക്ക് താഴെ കിട്ടെന്ന് പറയുമ്പോൾ 200 രൂപ മുടക്കുമ്പോൾ നമുക്കൊരു 250-300 രൂപ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ അത് ഈ ഒരു കിറ്റിൽ തന്നെ ആവണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ വെച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മെറ്റീരിയലുമായിട്ട് വേറെ കുറച്ച് മെറ്റീരിയലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വെച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഇതും കൂടെ കാണിക്കാം. ഇത്ര നമ്മുടെ മെറ്റീരിയൽ തന്നാൽ പോരല്ലോ, ഇത് വെച്ച് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഗ്ലിറ്റർ ട്യൂബാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഗ്ലിറ്റർ ട്യൂബ് ചെയ്യുമ്പം ഇതിപ്പം ബിഗിനേഴ്സ് ആയിട്ട് ഒരാൾക്കെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. ഇത് വെച്ച് എന്തൊക്കെയാണ് ചെയ്യുക, ഫസ്റ്റ് എന്താ ചെയ്യുക. അപ്പം നമുക്ക് ഫസ്റ്റ് ആദ്യം ഒരു വയർബോ എടുക്കുക. എൻ്റെ പശ കുറച്ച് ക്ലിയറായത് കാരണം ഉണ്ടല്ലോ വലുതാകുമ്പോൾ പെട്ടെന്ന് കുറച്ച് കട്ട പിടിക്കാം ചാൻസ്. ഇപ്പം നമ്മുടെ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എൻഡ് ബീഡ് ഇങ്ങനെ പ്രസ് ചെയ്യും. പക്ഷേ അതിന് മുന്നേ നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഈ എൻഡ് ബീഡിൻ്റെ അകത്ത് കുറച്ച് ഗ്ലൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സെക്യൂറായിട്ടൊക്കെയും ചെയ്യുന്നത്. കുറച്ച് നമുക്ക് സമയം നഷ്ടമാണെങ്കിൽ നമ്മളെ നിന്ന് മേടിക്കുന്ന മെറ്റീരിയൽ മോശമാണെന്ന് ആരും പറയരുതല്ലോ. നമ്മൾ ആദ്യം ഒരു വയറുമ്പോൾ ഇതിങ്ങനെ ചെയ്യുക. അതൊക്കെ ഇതിൻ്റെ അകത്ത് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. കണ്ടോ ഇതൊരു ഇതായി. പിന്നെ അതിൻ്റെ ബാലൻസ് നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് പ്ലെയിൻ ആയിട്ടും ചെയ്യാം. അതല്ലാതെ ഉണ്ടല്ലോ നമുക്ക് വേറെ കളർ മിക്സായിട്ട് തന്നെ ചെയ്യാമല്ലോ, അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഇതുണ്ട്. നമ്മൾ ഈ എൻഡ് ബീഡിൻ്റെ ഈ ഹോളും ഗ്ലിറ്റർ ട്യൂബിൻ്റെ എൻഡ് പോർഷനുമായിട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് പിന്നെ നമ്മൾ ഈ പോർഷൻ നോക്കുക, എവിടം വരെയാണെന്ന് നോക്കുക. അതിൻ്റെ തൊട്ട് മുൻവശമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഗുഡ് ക്വാളിറ്റി ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ. എല്ലാവരും ഇപ്പം നമ്മുടെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ റേറ്റ് നമ്മൾ 40 രൂപയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് 35-ന് കിട്ടുന്നുണ്ടല്ലോ, 30-ന് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഒത്തിരി കമൻറ്റ് വരും. നമ്മളൊരു സാധനം നമ്മളുണ്ടല്ലോ ലാഭത്തിന് മേടിച്ച് കഴിയുമ്പം അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം അത് ആ പ്രോഡക്റ്റ് ക്വാളിറ്റി കിട്ടുന്ന അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഗ്ലിറ്റർ ട്യൂബ് ഇപ്പം നമുക്ക് 1/2 മീറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1/2 മീറ്റർ ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. മിക്ക കംപ്ലൈൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാവോ, നമ്മൾ ഈ ഗ്ലിറ്റർ ട്യൂബ് മേടിച്ച് കഴിയുമ്പം ഇത്ര റേറ്റ് കുറവാണല്ലോ, അപ്പം നിങ്ങളങ്ങ് മേടിക്കും. എന്തായാലും ഇത്ര റേറ്റ് വ്യത്യാസമാണല്ലോ. പക്ഷെ നമുക്കത് കിട്ടിക്കഴിയുമ്പം നമുക്ക് ഈ 1/2 മീറ്ററെങ്കിൽ 1/2 മീറ്റർ, 1 മീറ്ററെങ്കിൽ 1 മീറ്റർ അത് നമുക്ക് മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഇടയ്ക്കുണ്ടല്ലോ എന്തായാലും ഗ്ലൂ ആണല്ലോ ഗ്ലിറ്റർ ട്യൂബ്. ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ കുറച്ച് പശയായിട്ട് മാറി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് ഇതുണ്ട്. ഇപ്പം ഗ്ലിറ്റർ ട്യൂബ് വെച്ച് ഇതിപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തു പ്ലെയിൻ ആയിട്ടുള്ള. ബാക്കി ഇത്രയും ബാലൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം ചെയ്യാം. പിന്നെ ഇത് ഏകദേശം ഇത്രയും ഒരു ഗ്യാപ്പിൽ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തും ചെയ്യാം. ഈ ഹാഫായിട്ട് മുറിച്ചിട്ട് ഇതിന് മാച്ചായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ട്യൂബിൻ്റെ പോർഷൻ നമ്മൾ കഴിഞ്ഞു.
ബാക്കി വരുന്നത് ഇത്രയും ബീഡ്. അപ്പം ഏതെങ്കിലും ഒരു മോഡൽ കാണിച്ചാൽ മതിയല്ലോ, എല്ലാം നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അത്യാവശ്യം ഒരു മോഡൽ ഇപ്പോൾ ഇപ്പം നമുക്കൊരു ആൽഫബറ്റ് ബീഡിൻ്റെ ആണെങ്കിൽ ഒരു മോഡൽ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ജസ്റ്റ് ആദ്യം പറഞ്ഞ മാതിരി ഈ വയർ ബോർഡ് സൈഡ് ചെയ്യുക, അതിലൊരു എൻഡ് ബീഡ് കോർക്കുക. എൻഡ് ബീഡ് നമുക്ക് ഇപ്പോഴത്തെ ഹോളുള്ള പോർഷനാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നാക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഉണങ്ങിക്കോളുവേ. പിന്നെ നമുക്ക് ഏത് ബീഡാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ആദ്യം ഈ ഒരു നമുക്ക് മൾട്ടി കളർ ബീഡുണ്ടല്ലോ, നമുക്ക് ആ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് കൊടുക്കാം. ആദ്യം എല്ലാ കളറുകളും ഓരോന്നോരോന്ന് മിക്സ് ചെയ്ത് നമുക്ക് കയറ്റി വിടാവേ. എല്ലാ കളറും നോക്കാൻ കയറ്റിയിട്ടാണ്. അതിന് കുഴപ്പമില്ലല്ലോ, മിക്സായിട്ട് കിടക്കുകയും ചെയ്യുന്ന നല്ല ഭംഗിയിട്ടും ഉണ്ടാകും. ഞാനൊരു സാമ്പിൾ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിപ്പം മൾട്ടി കളർ എടുത്തിട്ട് ഓരോ കളറ് ഓരോ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് അറിയണമല്ലോ. ഇതുകൊണ്ടിട്ട് വെച്ചാൽ ഈ ഇത്രയും 10 ഗ്രാം മേടിച്ച് കഴിഞ്ഞാൽ ഒരു വയറുകൾ ചെയ്യാൻ പറ്റുമോ, അത് പറ്റിക്കലാണോ? നമ്മൾ പിന്നെ വേറൊരു ആൾക്കാരും എല്ലാ സാധനത്തിനും നമ്മൾ റേറ്റിന് കുറച്ചാണ് ഇട്ടേക്കാം. നമ്മൾ അതിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമോ ഇല്ല എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെ കുറേ പറ്റിക്കൽ നമ്മൾ ഇത് നടത്തുന്നുണ്ട്. മെറ്റീരിയൽ തന്നെ ഒത്തിരി റേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് മേടിക്കുന്നതാണോ ലാഭം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറേ പേര് ചെന്ന് മേടിക്കും. അങ്ങനെ മേടിച്ച് കഴിയുമ്പം ഈ മെറ്റീരിയൽ നിന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവില്ല. ഇപ്പം ഞാൻ ഒരു വയർ പോലെ തന്നെ പല ഇത് കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കോർത്തെടുത്ത് നമുക്ക് വേണമെങ്കിൽ ആ റെയിൻബോ ബീഡ് ഉണ്ടല്ലോ, വലിയ ബീഡ്, അത് വേണം ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ബീഡ്, ഇതൊക്കെ എൻ്റെ ഒരു ചൂസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇത്രയും നമ്മൾ തരുന്ന 5 വയറുകളുണ്ട്. 5 വയറുകൾ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്കുണ്ടാകും കേട്ടോ. ഇത് ഇത്രയും. ഇനിയിപ്പോൾ നടുക്കാണോ നോക്കി നമുക്കൊരു പേരങ്ങ് സെലക്ട് ചെയ്യാം. ഇത്രയും ആൽഫബറ്റ് ബീഡ് ഉണ്ടല്ലോ, നമുക്ക് ഇപ്പം എന്തായാലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമല്ലോ ആർക്കെങ്കിലും കൊടുക്കാൻ. അപ്പം നമുക്കൊരു പേരങ്ങ് നോക്കിയെടുക്കാതെ. അപ്പം എൻ്റെ കുട്ടി തീരെ ചെറുത്. അപ്പം ആ പുള്ളിക്കാർക്ക് ഇതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുറച്ചും കൂടി ഒരു വലിയ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഓർഡറും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ആ ഓർഡർ എന്തായാലും ഇതിലോട്ട് അങ്ങ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാര്യം കാണുകയും ചെയ്യാം, മെറ്റീരിയൽ എന്താണെന്ന് പഠിക്കുകയും ചെയ്യാം, നമുക്ക് ചെയ്യുകയും ചെയ്യാമല്ലോ. അതെ, ഇത്രയും ബീഡുണ്ട്. ഇനിയും നമുക്ക് ഇതിലേക്കൂടെ ആഡ് ചെയ്ത് വിടാം. ഈ നമ്മളുണ്ടല്ലോ നെയിം ബീഡ് അങ്ങനെ ഒട്ടിക്കണമെന്നില്ല. അപ്പം മിക്ക കുട്ടികൾക്കും ഈ നെയിം ബീഡ് ഇങ്ങനെ കരക്ക് കളിക്കാൻ വലിയ ഇഷ്ടമാണ്. മിക്കവരും ഉണ്ടല്ലോ ഇതങ്ങ് ഒട്ടിച്ച് വയ്ക്കും. അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ. പിന്നെ നമ്മൾ മറ്റേ നേരത്തെ ചെയ്ത 2 വൈറ്റ് ബീഡ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ 2 വൈറ്റ് ബീഡായി. പിന്നെ ഒരു വലിയ റെയിൻബോ ബീഡ്. ഓക്കെ, കണ്ടോ, നമുക്ക് ഏകദേശം സെൻറ്ററിൽ കിട്ടിയല്ലോ. ഇനി ബാക്കി നമ്മുടെ മൾട്ടി കളർ ബീഡ്. ഇപ്പം നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒറ്റ ഇത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിതെല്ലാം കൂടെ
എല്ലാ ഇതും കൂടെ ഉൾപ്പെട്ട് എല്ലാ മെറ്റീരിയലും നമുക്ക് ചെയ്ത് കാണിക്കണമല്ലോ. ആ ഒരു രീതിക്ക് ചെയ്തതേ ഉള്ളേ. ഇപ്പം 5 ടൈപ്പ് 5 ടൈപ്പ് ബീഡുണ്ട്. നമുക്ക് 5 മോഡൽ ഹെയർ ബോ ചെയ്യാം കേട്ടോ. 10 ഗ്രാം എങ്ങനെയാണെങ്കിലും നമുക്കൊരു ഹെയർ ബോ ചെയ്യാൻ നമുക്ക് കാണും. നമ്മുടെ ഇത് മെറ്റീരിയലായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. മെറ്റീരിയലായിട്ട് മേടിക്കുമ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന മൾട്ടി കളർ ബീഡ് 10 ഗ്രാമിന് 18 രൂപ റേറ്റ് വരുന്നുള്ളേ. അതേപോലെ വൈറ്റ് ബീഡ് 10 ഗ്രാമിന് 18, ലെറ്റർ ബീഡ് മാത്രം 10 ഗ്രാമിന് 25 റേറ്റ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ 4 സെറ്റ് ബീഡ് വരുന്നുണ്ടല്ലോ. അപ്പം അതിനൊരു 25 വരുന്നുണ്ട്. ബാക്കി ഏകദേശം എല്ലാം 18, 22 ആ റേഞ്ച് വരുന്നുള്ളേ. മെറ്റീരിയലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. അതല്ല കിറ്റായിട്ടാണെങ്കിൽ കിറ്റായിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം വരും, നമ്മളിനി കിറ്റായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അങ്ങനെ സംശയം വരുമല്ലോ. അത് കാരണം അങ്ങനത്തെ ഒരു സംശയം വേണ്ടേ. നമ്മളിത് എന്തായാലും തീരാറായി. അപ്പം നമുക്ക് അധികത്തെ കിറ്റും കൂടെ ചെയ്യുന്ന കാണിച്ചിട്ടേ നമുക്ക് ഇതിലാണ് അതിൻ്റെ പേര്. നമ്മൾ വേറെ കിറ്റിൻ്റെ റേറ്റ് പറഞ്ഞതിൽ കിറ്റിൻ്റെ റേറ്റ് 199 രൂപ, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 199 രൂപ. പ്രീ ബുക്കിംഗ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കെല്ലാം നിലപോലെ പരിപാടിയാണ്. ചിലയായിരിക്കും പ്രീ ബുക്കിംഗ് ഉണ്ടോ എന്ന് ചോദിക്കും. പ്രീ ബുക്കിംഗ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാനേ പാടാണ്. എനിക്കിപ്പോൾ തന്നെ അത്യാവശ്യം ഒക്കെ ഓർഡർ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓർഡർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോണ്ടല്ലോ ഒത്തിരി നമുക്ക് സമയം എല്ലാം കൂടെ തികയില്ല. ഇതും കൂടെ ഉള്ളത് കാരണമേ. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ മോഡലാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലിന് നമ്മളിടുന്ന റേറ്റാണ്. ഇതുണ്ടത്, ഇതിപ്പോൾ ചെയ്തത് ഇത്ര ചെയ്ത മെറ്റീരിയലാണ്. അതിന് ബാലൻസ് മെറ്റീരിയൽ ഉണ്ടോ, ഇനി 3 വയറുകൾ. അതെന്തായാലും ഇത്രയും മെറ്റീരിയൽ വെച്ച് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനൊരു അടിയുടെ ക്ലിപ്പിനും കൂടെ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഫോൺ നമ്പർ ഇപ്പം നമ്മുടെ ചിലർക്കുണ്ടല്ലോ വാട്സപ്പിൽ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ വിളിച്ച് കഴിഞ്ഞാൽ മതി. ഞാൻ ഏത് സമയത്ത് അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഭാഗങ്ങളൊന്നുമില്ല. അപ്പം വിളിച്ച് സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചത് നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മേഖലയിൽ കണ്ടത് ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, വേണമെങ്കിൽ ഒരു ഗ്രീനും കൂടെ നമുക്ക് അങ്ങനെ ചെയ്തിടാം കേട്ടോ. നമ്മൾ ഒത്തിരി ഗ്ലൂ അങ്ങ് ഇടരുത്. ചിലരുണ്ട് ഒത്തിരി ഗ്ലൂ അങ്ങ് ഇടും, എന്നിട്ട് ഇത് പറഞ്ഞു പോകുന്നല്ലോ എന്നൊരു കംപ്ലയിൻറ്റ് വരും. നമ്മളുണ്ടല്ലോ നമ്മുടെ B7000 ആണ് നമ്മുടെ ഗ്ലൂ. അത് നമുക്ക് ഒത്തിരി യൂസ് ചെയ്യേണ്ട കാര്യം വരും. നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ഫുഡ് കിട്ടും. ഇപ്പോൾ നമ്മുടെ 50 ml-ന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. പുതിയ റേറ്റ് 70 രൂപയാണ് കേട്ടോ റേറ്റ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്ക് വേണമെങ്കിൽ യെല്ലോയും കൂടെ അങ്ങ് ചെയ്യാം. കണ്ടോ, കണ്ടോ, യെല്ലോ ഇങ്ങനെ അങ്ങ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് മെറ്റീരിയലും നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ഇത്രയും നമ്മളുണ്ട്. ബാക്കി ഇത്രയും മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് 3 വയർ ബോയും ഇതൊക്കെ ചെയ്യാനുള്ള മെറ്റീരിയൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ്. 199 രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. നമ്മളിപ്പോൾ തൊട്ട് നമ്മൾ റേറ്റ് കിറ്റിൻ്റെ നമ്മൾ എടുത്ത് തുടങ്ങുവാണ്. അപ്പോൾ വേണ്ടതൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ കേട്ടോ എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു.